വൈകുന്നേരം സച്ചിനെയും കൊണ്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ കുറേ വിശേഷങ്ങൾ കേൾക്കണം, സ്കൂളിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് ആരുടെ ബർത്ത്ഡേ ഉണ്ടായിട്ട് മിഠായി കിട്ടിയ കാര്യങ്ങളും ഒക്കെ പറയായിരുന്നു കേട്ടോ. പിന്നെ അവളെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്, ഒരു സ്ഥലം വരെ നമുക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ചടപിട് ലഞ്ച് ബോക്സ് എടുത്ത് വെക്കുന്നു. അതാദ്യം കാണിച്ചു തരണം, എല്ലാം കഴിച്ചു കിട്ടോ എന്ന് കാണിച്ചൊക്കെ തന്ന് ബാഗും ഒക്കെ ആയിട്ട് നേരെ മുകളിലോട്ട് പോയിട്ട് ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് താഴെ വരുള്ളൂ. അപ്പോഴേക്ക് സനോജ് ഉള്ളതുകൊണ്ട് ഡുങ്കുടുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി സനോജ് പോയിട്ടുണ്ടായിരുന്നു. അവളും വന്നു. അവളെയും വേഗം പറഞ്ഞു വിട്ടു കേട്ടോ മുകളിലേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ തുണി കഴുകിയിട്ട് ഡ്രയറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഒന്ന് എടുത്ത് ലോണ്ട്രി ബാഗിലേക്ക് ഇട്ടു. അപ്പോഴേക്കും കുറേ പാത്രങ്ങളും ലഞ്ച് ബോക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മുകളിലേക്ക് പോയാൽ പിന്നെ വീണ്ടും താഴെ വന്ന് പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും സച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ചോറും മുട്ടക്കറിയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ലോണ്ട്രി ബാഗിൽ തുണിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇനി ഇത് മടക്കാനും കൂടി ഒരു മെഷീൻ വേണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് വേഗം മടക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് അതെല്ലാം അതിൻ്റെ സ്ഥലത്തോട്ട് എടുത്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് പോയി എല്ലാവരും റെഡിയായിട്ട് നമ്മളിത് ആ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് നോട്ടിംഗ്ഹാമിൽ ഗൂസ് ഫെയർ നടക്കുന്നിടത്താണ്. ആക്ച്വലി ഇത് നടന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ട്, ഗൂസ് ഫെയർ ഒക്കെ കഴിഞ്ഞിട്ട്. വീഡിയോ ഇത്തിരി ലേറ്റായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഗൂസ് ഫെയറിൻ്റെ സംഭവമൊക്കെ നമ്മൾ എനിക്കൊന്ന് ഫുൾ വീഡിയോ ആയിട്ട് കഴിഞ്ഞ വർഷമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാ വർഷവും വരുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ കുറേ ഫുഡ് സ്റ്റോൾസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. അവിടേക്കൊന്ന് വേഗം കറങ്ങി, അമ്മയുണ്ടല്ലോ ഈ പ്രാവശ്യം, അപ്പോൾ അമ്മേനെ ഒന്ന് കാണിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 2 റൈഡ്സെങ്കിലും മിനിമം കയറണം എന്നുള്ളത് ആദ്യമേ ചട്ടം കെട്ടിയിട്ടാണ് പിള്ളേർ വന്നേക്കുന്നത്. എല്ലാ റൈറ്റ്സും കയറാൻ മുതലാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നെ 2 റൈറ്റ്സിൽ ഏത് വേണം എന്നുള്ളത് അവർ ചൂസ് ചെയ്തപ്പോൾ ഇതാണ് അവർ ആദ്യം ചൂസ് ചെയ്തത് കേട്ടോ. അത് പിന്നെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ സച്ചുവിൻ്റെ മുഖം കാണാമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് പേടിച്ച് നമുക്ക് തന്നെ ഒന്ന് നിർത്തുമോ എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങിയൊരവസ്ഥയായിരുന്നു, കാരണം അവളുടെ മുഖം കണ്ടപ്പോൾ. എന്നിട്ടിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റേ ആകുമ്പോഴേക്കും ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ ആ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെയാണ്, കുഴപ്പമില്ല, തീരാറായിട്ടോ അതൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറയും. പിന്നെ ഇത് കറങ്ങി തുടങ്ങുമ്പോഴേക്കും അവൾ വീണ്ടും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. പക്ഷേ സംഭവം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവൾ പറയണ അവൾക്ക് ഒരു തവണയും കൂടി പോകണം എന്നായിരുന്നു. ആ ഒരു പേടിയുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ അവൾക്ക് ഭയങ്കര ഉത്സാഹമാണ്. റൈറ്റ്സിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. തലകുത്തി മരണയിൽ വരെ കയറാൻ ഒരു പേടിയില്ല കേട്ടോ. കയറുന്ന സമയത്ത്, അത് ഓടുന്ന സമയത്ത് അയ്യോ പേടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ അവൾ പിന്നെയും സെറ്റാവും. ഈ ഒക്കെ റൈഡ് കണ്ടിട്ട് ഞാൻ തന്നെ അയ്യോ ഇത് തലകറങ്ങി വരികയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ മുകളിലോട്ട് നോക്കുമ്പോണ്ടല്ലോ, അത് നമ്മുടെ മേത്തേക്ക് വീഴണ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമാണ്, കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു രസമാണ്. രണ്ടാമത് അവരിരുന്നത് ഈ ഒരു റൈഡായിരുന്നു കേട്ടോ. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് വെറുതെ ഒരു റൗണ്ടിൽ പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂടണം കണ്ടപ്പോൾ തന്നെ നമ്മുടെ തല ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ അതുപോലെ സ്പീഡായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡ് സ്റ്റോളിൽ പോയി സച്ചിൻ ഒരു ഹോട്ട് ഡോഗും ഡുങ്കുടുവിന് ഷവർമ മതി എന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങി. ഞാനും സനയും പിന്നെ ബിരിയാണി വാങ്ങിക്കൊണ്ട് നേരെ വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടുത്തെ ഒരു സാധനവും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ നമ്മളിതാ നേരെ വീട്ടിൽ പോയി.